എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമുക്ക് കുറച്ച് സ്ഥലം ഇച്ചിരി മാറിയൊരു സ്ഥലത്തുണ്ടല്ലോ, അപ്പോൾ അവിടോട്ടൊന്ന് പോയതാണ്. കുറേ ദിവസമായിട്ട് ഇവിടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ ഇടയില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ വേറെയും കുറേ റീസൺസൊക്കെ ആയിട്ട് അതിങ്ങനെ മുടങ്ങിപ്പോയി. അങ്ങനെ ഇതാ ആകെ എല്ലാം ഉണങ്ങിക്കരിഞ്ഞ് കുട്ടനടിച്ചിരിക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് അവക്കൂട്ടൻ ചോദിക്കുക അതെന്താ വാഴ വെട്ടിയിട്ടേക്കുന്നതെന്ന്. അതിൽ നിന്ന് വെട്ടിയിട്ട് നമ്മൾ കൊല എടുത്തായിരുന്നു. അന്നേരം അവൻ കണ്ടില്ല, അതുകൊണ്ട് അവൻ എന്നോട് ചോദിച്ചത് അതെന്താ പറ്റിയെന്ന്. ഇതുകൊണ്ടോ മൊത്തത്തിൽ ഉണങ്ങിപ്പോയി എന്നേ. ഇപ്പോഴത്തെ വെയിൽ ഭയങ്കരമല്ലേ, ഒരു രക്ഷയില്ല. ശരിയാക്കാം. കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്, അതുകൊണ്ട് ഇതെല്ലാം കണ്ടോ നന്നായിട്ട് ഉണങ്ങിപ്പോയി. കഷ്ടമായി. ഇനി ഇത്തിരി വെള്ളം ഒഴിക്കാം, എല്ലാത്തിനും മോട്ടറിട്ട് വെള്ളം ഒഴിച്ച് സെറ്റാക്കണം. പോച്ചയൊന്നും ഉണങ്ങത്തില്ല, അതിനുണങ്ങണ്ട. അതേസമയം നല്ല വലുണ്ട്, അപ്പം ഉണങ്ങിക്കണം. ഇതാണ് നമ്മുടെ മോട്ടർ. രണ്ടുണ്ടല്ലോ ഇവിടെ കുത്തി കത്തി. ഓസിന് നീളമില്ലാത്തതുകൊണ്ട് വലിയ മെനക്കേടാന്നേ. ഇതുപോലൊരു കൊച്ചു ബക്കറ്റ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ബക്കറ്റിനകത്ത് ഇത് കോരിക്കൊണ്ട് പോയിട്ട് ഓരോന്നിൻ്റെ ചോട്ടി കൊണ്ടുവന്നൊഴിക്കണം. അതൊരു ടാസ്ക് ആയിരുന്നു. ഈ പണിയെടുക്കാതിരിക്കുമ്പോൾ ഇത് ചെയ്യാനായിട്ടാണെങ്കിൽ ഭയങ്കര മടിയാണ്. പക്ഷെ എന്നാലും കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് വെച്ച് കിളിപ്പിച്ചെടുത്തതല്ലേ, അതിങ്ങനെ മഴ കിട്ടാണ്ട് വെയിലത്ത് ഇങ്ങനെ ഉണങ്ങി പോകുന്ന കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത വിഷമാണ്. പിന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഈ ഓസ് ഇങ്ങനെ കുത്തിച്ച് പറ്റുന്ന പോലെ ചീറ്റിച്ചൊക്കെ അടുത്തൊക്കെ ഉള്ളതിനൊക്കെ ഒഴിക്കാൻ നോക്കാം. ഇനി ഇതിനൊരു വേറൊരു ഓസ് വാങ്ങിക്കാതെ രക്ഷയില്ല. ആ ഓസ് വാങ്ങിച്ചെങ്കിൽ ഇതിന് എല്ലാത്തിനും നല്ല രീതിയിൽ വെള്ളം ഒഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇരുന്ന് ഓരോരോ കോപ്പറേറ്റുകൾ കാണിക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളിവിടെയൊക്കെ ഒന്ന് പോയി കറങ്ങി റെഡിയായിട്ട് തിരികെ വീട്ടിലേക്ക് പോന്നു. അപ്പം ശരി, എന്നാൽ ടാറ്റ, ബൈ ബൈ.